ഇരുന്നത് അന്ത്യാസണ്ടായാലും ഉണ്ടായിരുന്നു മേടിച്ചാണ് തന്റെ ചെക്കിന്റെ സ്വാതന്ത്ര്യം പോകുന്നത്. ബാങ്കിൽ തന്റെ എന്തെങ്കിലും ശേഷമുള്ള ഇയാളുടെ അക്കൗണ്ടിലെ ചെക്ക് മുടങ്ങി എന്താ സംഭവിച്ചെന്ന് അറിയോ? ആര് അതെന്തിനാണ് ഗംഭീരിക്കുന്നത്? ഏതോ അയാൾ അതൊക്കെ പറയുള്ളൂ. അയാളുടെ തൊഴിലല്ലേ പുറത്തിൽ. അതാ തൊഴിലിന്റെ കൂടിയുള്ളത്. അതെ, ചെക്ക് കൊടുത്തല്ലേ എനിക്ക് ബാങ്കിലേക്ക് വിളിച്ചു പറയാനില്ലേ? അത് ഒരു വാർത്തയല്ലല്ലോ. എന്നാണ് ഓർഡറിലായിട്ടുള്ളത്? എത്രയോടെ ബാക്കി? ആ ഓക്കെ. ഇങ്ങോട്ട് വരാൻ പറയാം. താനിങ്ങോട്ട് വന്നിട്ട് സംസാരിച്ചാൽ മതി. ഇതങ്ങനെ ചോദിക്കാതെ ഒന്നും ചെയ്യലല്ലോ. നാട്ടിട്ട് കളഞ്ഞല്ലോ താനത്തെ പോലെ. സോറി പറ്റിപ്പോ. താൻ എന്ത് ബ്രോക്കന്മാരെ കാണിച്ചത്? എന്റെ മോളെ ഇൻസൾട്ട് ചെയ്തിട്ട് താനിപ്പോ സോറി പറയാൻ വന്നിരിക്കുന്നു. താന്റെ ചെടിക്കുറ്റി നോക്കി തയ്യാറുണ്ട്. രാത്രി ലക്ഷ്യം വരുന്നത് മോൾ പറയുന്നു. പറ്റില്ല, ഈ രാത്രി തന്നെ പോയിക്കോട്ടെ. ശരി, ഭക്ഷണം കഴിച്ചിട്ട് ഞാൻ പോകണം. ഈ രാത്രി എവിടെ പോകണം? അവന്റെ ഒന്ന് ചോദിക്കും. എന്നിട്ട് ഞാൻ പറയാം എന്താ കേൾക്കുന്നത്. അപ്പോ നിങ്ങളുടെ ഇപ്പോഴത്തെ പ്രശ്നം ഒരു കാറ് വേണമെന്നുള്ളതല്ലേ? ഒരു വർഷത്തിനകം ഡാനിയൽ കാറിന് തന്നേക്കാം. അത് വേണമെന്നില്ല. 1-2 വർഷം കഴിഞ്ഞാൽ എനിക്ക് കാർ ലോണിലുള്ള എമിറ്റിയാവും. ഒരു തന്നില്ല എന്ന നിലയിൽ തന്റെ പെർഫോമൻസ് പുറപ്പെടുവിക്കാതെ അമ്മായിയപ്പന്മാരെ മുൻനിരയിൽ നിർത്തി കാര്യങ്ങൾ സാധിച്ചെടുക്കുന്നത് ആവശ്യം.
പോക്കുകളൊക്കെ എങ്ങനെയാണ് എല്ലാവരും കൂടി ആലോചിച്ചു. അതുകൊണ്ട് തന്നെ പോയ എന്നാ ശരി, നീ വൈകണം. ഹായ് ഞാൻ സൂക്ഷിക്കണം എന്റെ മോനെ. അതുകൊണ്ട് പറഞ്ഞ സമയത്തിന് ബാങ്കിൽ എടുത്താൽ പറ്റി. പിന്നെ വരുന്നതിന് പാറ്റിന് വരേണ്ടി വരും. അതാ ഇപ്പോഴും പ്രശ്നക്കാരുണ്ട്. അതിന്റെ കാര്യം സത്യം പറഞ്ഞാൽ ആ കൂട്ടർ വാങ്ങിയ ശേഷം എനിക്ക് ഇമ്പ്രൂവ് ഞാൻ ചാലി ഡയറി പേരോട് ബാക്കി വരുന്ന ഒരു പ്രേമമായിട്ട് അഞ്ചാറ് പ്രാവശ്യം ഈ വാക്കില്ല. ആ കുടുംബത്തെ പുറം കണ്ടാണ് പലരും പരിഗണിക്കുന്നത്. വല്ലപ്പോഴും ചിലപ്പോൾ കട്ടിലെ കൈകൊണ്ടോ പെട്രോളിന്റെ കരണ്ടോ അല്ലെങ്കിൽ സ്റ്റാർട്ടിംഗ് ഉണ്ടാവാം. എന്തായാലും ആ ചങ്ങാതി എടുത്തിട്ട് വേറൊരു വാഹനം വന്ന പ്രശ്നമില്ല.